2023 കോഴിക്കോട് കലോത്സവത്തിലെ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം അമൃത ടിവിക്ക് ലഭിച്ചത് ഉത്തര എന്ന കലാകാരിയുടെ ഭാവദൃശ്യങ്ങളിലൂടെയായിരുന്നു. ഉത്തര ഇക്കൊല്ലവും കൊല്ലത്തെ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തി. മോണോ ആക്ടിൽ എ ഗ്രേഡും സ്വന്തമാക്കിയ മിടുക്കി അമൃത ന്യൂസിനൊപ്പം വീണ്ടും ചേരുന്നു. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു കലാകാരി ചേരുകയാണ്. ഈ കലാകാരിയെ അമൃത ടിവിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കലാകാരിയാണ്. കാരണം ഉത്തര എന്നാണ് പേര്, അതാദ്യമേ പറയാം. കാരണം കഴിഞ്ഞ വർഷത്തെ കലോത്സവം, കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ ഉത്തരയുടെ ചില ദൃശ്യങ്ങൾ നമുക്ക് അമൃത ടിവിക്ക് പ്രത്യേക പുരസ്കാരം നേടിത്തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്യാമറാമാൻ രാജേഷ് താവലോട്, രാജേഷ് ചേട്ടന് ഏറ്റവും മികച്ച ക്യാമറാമാനുള്ള അവാർഡ് പുരസ്കാരം നൽകി കൊടുത്തത് ഉത്തരയാണെന്ന് വേണം പറയാം. ഉത്തരയുടെ ചില അപ്രതീക്ഷിത നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തിയതിലൂടെയായിരുന്നു ആ ഒരു പുരസ്കാരം നമ്മളിലേക്ക് എത്തിയത്. ഉത്തര ഇത്തവണയും കലോത്സവത്തിൽ പങ്കെടുക്കാൻ കൊല്ലത്തെത്തിയിട്ടുണ്ട്. മോണോ ആക്ട് ആയിരുന്നില്ല ഇത്തവണ വിഭാഗം. ഉത്തര ഏത് സ്കൂളിലാണ്? ഞാൻ സെന്റ് ആന്റണീസ് വടകര, കോഴിക്കോട്. ഇത്തവണ മോണോ ആക്ട് പങ്കെടുത്തു. എന്നിട്ട് റിസൾട്ട് എങ്ങനെയാണ്? എ ഗ്രേഡ് ഉണ്ട്. ഈ എത്ര നാളായിട്ട് ഈ മോണോ ആക്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 3ാം ക്ലാസ് മുതൽ മോണോ ആക്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര കലോത്സവത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്? സ്റ്റേറ്റിൽ ഇപ്പോൾ 2 കൊല്ലം, കൊറോണയ്ക്ക് ശേഷം 2 കൊല്ലം. ഈ 2 കൊല്ലം ഇപ്പോൾ ഉണ്ട്. 2 കൊല്ലം എ ഗ്രേഡ് തന്നെയായിരുന്നില്ലേ? എ ഗ്രേഡ് തന്നെയായിരുന്നു. ആരാണ് ഗുരു? എൻ്റെ സത്യൻ സാറാണ് എൻ്റെ ഗുരു. സാർ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ അവതരിപ്പിച്ച കഥ, അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്, ആശയം എങ്ങനെയാണ്? അത് ജീവിച്ചിരിക്കുന്ന മൻസിയ ബാനുവും പിന്നെ പ്രശസ്ത കഥകളി ഹൈദരലി, അവർ രണ്ടും കണ്ടുമുട്ടുന്നൊരു ഇത്. ഹൈദരലി സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളും മതത്തിൻ്റെ അതൊക്കെ മിക്സ് ചെയ്തൊരു കഥ. ഞങ്ങളുടെ കഴിഞ്ഞ തവണത്തെ ഉത്തരയുടെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു, നമുക്ക് അവാർഡ് കിട്ടി. കണ്ടിരുന്നു. കണ്ടപ്പോൾ എന്ത് തോന്നി? ഒരുപാട് സന്തോഷമായി. ഞാൻ അറിയാതെ എടുത്ത ചില സംഭവങ്ങളാണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ അതിന് അവാർഡും കൂടി കിട്ടിയെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമായി. അതെ, ഞങ്ങൾ പറയാണ് ഉത്തരയോട്. എന്തായാലും നമുക്ക് ആ പെർഫോമൻസ് ഒന്ന് കാണാമല്ലോ ഇന്നത്തെ. നീല നീരഥ വർണ്ണ മേത്തനാണെങ്കിലും ആളുപുലിയാണ് കേട്ടാ. എന്താ സ്വരശുദ്ധി! ഇങ്ങനെ പോന്നാണെങ്കിലേ ഓടി വരണേ. എന്താ ഹൈദരേ, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ? അപ്പാ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വാപ്പാ. കണ്ണടക്കുമ്പോ അതഭ്രാന്തന്മാര് എന്റെ മേല് കത്തിവേഷങ്ങൾ അണിഞ്ഞ് അലറി വിളിക്കാ. മെനിക്ക് വേഷങ്ങള് എന്നെ കളിയാക്കി പൊട്ടി ചിരിക്കമ്മ. താടിവേഷങ്ങള് എന്നെ ആട്ടി അകറ്റ വാപ്പ. ഹൈദരേ, തളരരുത്. ഈ തളർന്നാല് മതഭ്രാന്ത് ജയിക്കും, കല തോറ്റു പോവും. പോടാ, പോയി പാടറാ. പഞ്ചകഥകളി പാട്ടുണ്ടല്ലോ, അത് മലയാളക്കരയും താണ്ടി ചെല്ലുന്ന കാലം വരും. ഉറപ്പാ. പോടാ, പോയി പാടറാ. പറ്റൂല എന്ന് പറഞ്ഞാ പറ്റൂല. എന്താ ഇത്? ആരും ബഹളം ഉണ്ടാക്കരുത്. നമുക്ക് എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ക്ഷേത്രം മുതൽ പൊളിച്ച് സ്റ്റേജ് പുറത്ത് കെട്ടിട്ട് ഹൈദരലി പുറത്തൊന്നും പാടുന്നതായിരിക്കും. കാശി വിശ്വനാഥ ക്ഷേത്രത്തില് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഷഹനായി വായിക്കുമ്പോ ദൈവത്തിന്റെ സ്വന്തം നാട്ടില് രാമനെയും കൃഷ്ണനെയും വിഷ്ണുവിനെയും പരമശിവനെയും കൊണ്ട് പാടുന്ന ഹൈദരലി അതിലിന് പുറത്തിരുന്ന് പാടുന്നതാണോ? അതാണോ നവോത്ഥാനം? ഹേയ് മഹാഗുരു, അങ്ങയെ കരയിപ്പിച്ച മതാന്തത ഇന്നും വിട്ടുപോയിട്ടില്ല മലയാളത്തിൽ. പൃഷ്ഠകളായും ഫത്വകളായും അതങ്ങനെ പിളർന്നുകൊണ്ടേയിരിക്കുന്നു. കേൾക്കുന്നില്ലേ? അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് തട്ടമിട്ടൊരു കുരുന്നു പെണ്ണ് അക്ഷരം തെറ്റാതെ വാക്കുപിഴയ്ക്കാതെ പാടുന്നത്. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി. പ്രിയരെ, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഗുരുവായൂർ അമ്പലനടയിൽ ഇന്നും അവശേഷിക്കുന്നു. നന്ദി. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രത്തോളം മനോഹരമായിരുന്നു. എ ഗ്രേഡ് ലഭിച്ചതിന് എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. വളരെ നന്ദി നമ്മളോടൊപ്പം പങ്കെടുത്തത്. താങ്ക് യു.